ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ. വിശപ്പിനെ നിയന്ത്രിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഭക്ഷണം കഴിക്കുമ്പോൾ ടേസ്റ്റിന് വേണ്ടിയാണ് നാം ഭക്ഷണം കഴിക്കുന്നത്. നാം വളരെ വേഗതയിൽ ഒരു ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം വായിൽ മാത്രമേ നമുക്ക് ടേസ്റ്റ് അനുഭവിക്കാൻ കഴിയുള്ളൂ. വായിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യുക? ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക. അളവ് കുറയ്ക്കാനുള്ള ഒരു വഴി എന്താണ്? നാം വേഗം ചവച്ച് വേഗം ഇറക്കുകയാണെങ്കിൽ ആ ഭക്ഷണം വായിൽ നിന്ന് പോകുന്നതോട് ടേസ്റ്റ് പോകും. അപ്പം നാം ഉടനെ അടുത്ത ഭക്ഷണം ടേസ്റ്റിന് വേണ്ടി എടുക്കും. അതേ സ്ഥാനത്ത് ഭക്ഷണം ഒരു 20 മിനിറ്റെങ്കിലും നല്ലോണം ചവച്ചരച്ച് ഒരു ബിരിയാണിയുടെ കാൽഭാഗം എടുക്കുക. എന്നിട്ട് ആ ഇത് കുറേ സമയം എടുത്ത് കഴിക്കുക, നല്ലോണം ചവച്ചരച്ച് കഴിക്കുക. അപ്പം നമുക്ക് അത്രയും സമയം രുചിയും കിട്ടും, അത്രയും നമുക്ക് വയറ് നിറഞ്ഞതായി ഫീൽ ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒന്ന്, അതിനാണ് 20 മിനിറ്റ് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. 2, വെള്ളം കുടിക്കണം. ദാഹം നമുക്ക് ചിലപ്പം വിശപ്പായി അനുഭവപ്പെടും. വെള്ളം കുടിക്കുമ്പോൾ സിപ്പായിട്ട് മെല്ലെ മെല്ലെ വായിൽ ഒഴിച്ച് കുടിക്കുക. ഒറ്റ അടിക്ക് അങ്ങോട്ട് സ്പീഡ് കുടിക്കാതിരിക്കുക. മെല്ലെ സിപ്പായിട്ട് വെള്ളം കുടിക്കണം. മൂന്നാമത്, നല്ലോണം ഫൈബർ അടങ്ങിയ, ശരീരത്തിലേക്ക് ഗ്ലൂക്കോസിനെ വളരെ സാവധാനത്തിൽ റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം. ഏത് ഭക്ഷണമാണ് ഗ്ലൂക്കോസ് റിലീസ് ചെയ്യാന്നതൊക്കെ എൻ്റെ യൂട്യൂബ് വീഡിയോ, ഡോക്ടർ ഷംസുദ്ദീൻ പി കെ എന്ന യൂട്യൂബ് വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം വളരെ സാവധാനത്തിൽ രക്തത്തിലേക്ക് ഗ്ലൂക്കോസിനെ കടത്തിവിടുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക. 3, നല്ല രീതിയിൽ ഉറങ്ങുക. 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുക. കാരണം ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ഒരു ഹോർമോൺ ഉണ്ടാകും, ഗ്രെലിൻ എന്ന് പറയും. അത് നമ്മുടെ വിശപ്പിനെ കൂട്ടുന്നതാണ്. സ്ട്രെസ്സ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും വ്യായാമത്തിൽ ഏർപ്പെടുക. കാരണം സ്ട്രെസ് ഉണ്ടാകുമ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാകും. അതുണ്ടാകുമ്പോഴേ നമുക്ക് വിശപ്പ് കൂടുന്നതാണ്. ഇത് ഉപയോഗപ്പെടുന്ന വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക.